ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന കവറില്ലേ, അതുപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കാമെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും, അതുപോലെ തന്നെ നല്ലൊരു ക്രാഫ്റ്റ് വർക്കും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് സിസർ ആവശ്യമുണ്ട്, അതുപോലെ നൂല്, പിന്നെ ടിഷ്യൂ ആവശ്യമുണ്ട്, അതുപോലെ ഫ്ലവർ ടേപ്പ് അതാണ് ഇമ്പോർട്ടൻ്റ് ഉള്ളത്, പിന്നെ ക്രാഫ്റ്റ് വയർ, പിന്നെ ബാംബൂ സ്ക്യൂവർ. ക്രാഫ്റ്റ് വയർ നമുക്ക് സ്റ്റേഷനറി കടകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഓഫ് കോഴ്സ് പ്ലാസ്റ്റിക് കവർ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ രണ്ട് ഹാൻഡിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ താഴത്തെ പോർഷനും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് മടക്കിയിട്ട് അതും കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു കവറിൽ നിന്ന് ഒരു 2 ബഞ്ച് ഓഫ് ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പീസിനെ നമ്മൾ സ്ക്വയർ ആക്കി എടുക്കണം. സ്ക്വയർ ഷേപ്പിലാക്കുമ്പോൾ ഈ ഒരു പീസിൽ നിന്ന്, ഈ 2 പീസിൽ നിന്ന് നമുക്കൊരു 8 എണ്ണം ഒക്കെ സ്ക്വയർ പീസ് കിട്ടും. ഇതുപോലത്തെ സ്ക്വയർ പീസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സ്ക്വയർ പീസുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടിഷ്യൂ മടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ടിഷ്യൂവിനെ പകുതി ആക്കണം, എന്നിട്ട് ഞാൻ ഈ ചെയ്യുന്നത് പോലെ മടക്കിയെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ക്രാഫ്റ്റ് വയർ ഉണ്ടല്ലോ, അത് കമ്പിയാണ്. അത് ചെറിയൊരു പീസ് എടുത്തിട്ട് മുകളിലത്തെ ഭാഗം മടക്കി കൊടുക്കുക. എന്നിട്ട് അത് ഈ ടിഷ്യൂവിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ പുറത്ത് കവർ കൊണ്ട് ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് നൂല് വെച്ച് കെട്ടുകയാണ് ചെയ്യുന്നത്. ഒന്ന് ടൈറ്റായി കെട്ടണം. ഒരു 3-4 പ്രാവശ്യം ചുറ്റിയിട്ട് ഒന്ന് ടൈറ്റായിട്ട് കെട്ടിയാൽ മതി. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തതാണ് ഇതൊക്കെ. ഒരു ഫ്ലവർ ഉണ്ടാക്കണമെങ്കിൽ ഒരു 15 ബഡെങ്കിലും വേണ്ടി വരും, 15ഓ 14ഓ. ഇനി നമുക്കിത് ഫ്ലവർ ടേപ്പ് വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ആ കമ്പിയും അതുപോലെ താഴത്ത് കാണുന്ന കവറൊക്കെ കാണാത്ത രൂപത്തിൽ നമ്മൾ റോൾ ചെയ്ത് കൊടുക്കണം. ഓൾറെഡി ഈ ഫ്ലവർ ടേപ്പിൽ ഗം ഉണ്ടായിരിക്കും, അതുകൊണ്ട് നല്ല എളുപ്പമാണ് ചുറ്റാൻ. അപ്പോൾ ഒന്ന് വലിച്ചിട്ട് നമ്മൾ ചുറ്റിയെടുത്താൽ മതി. ഫ്ലവർ ടേപ്പ് ചുറ്റിക്കഴിഞ്ഞാൽ ഈ ബഡ് കാണാൻ നല്ല ഭംഗിയാട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ബഡും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് സ്റ്റെമ്മിനായിട്ട് ഞാൻ ഉപയോഗിച്ചത് ബാംബൂ സ്ക്യൂവർ ആണ്. അപ്പോൾ അതിൽ ഇനി ഈ ബഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുകളിൽ ടോപ്പിൽ വെക്കേണ്ടത് ചെറിയ ബഡാണ് വെക്കേണ്ടത്. എന്നിട്ട് ഫ്ലവർ ടേപ്പ് കൊണ്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് പിന്നെ ഓൾട്ടർനേറ്റീവായിട്ട് ഓരോ ബഡും അറേഞ്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ വെക്കുമ്പോഴാണ് നമുക്ക് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുക. അപ്പോൾ ആദ്യം ചെറിയ ബഡ് വെക്കുക, എന്നിട്ട് ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് ഓരോ ബഡും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്ലവർ ടേപ്പ് ഉപയോഗിച്ചിട്ട് ചുറ്റിച്ചു കൊടുക്കുക. നല്ല ഭംഗിയാട്ടോ ഈ ഫ്ലവറൊക്കെ കാണാൻ. ഈ ഫ്ലവർ ഉണ്ടാക്കാൻ ഞാനിവിടെ ടിഷ്യൂ പേപ്പറാണ് ഉപയോഗിച്ചത്. ഇനി കോട്ടൺ വെച്ചിട്ടും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ റെഡ് കവർ വെച്ചിട്ടും ചെയ്തിരുന്നു, അതാണ് ഇതിൽ കാണിക്കുന്നത്. റെഡ് കളറൊക്കെ നല്ല ഭംഗിയാട്ടോ ഫ്ലവറായി കാണുമ്പോൾ.
അപ്പോൾ ഇതിൽ കോട്ടൺ വെച്ചിട്ട് എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു സ്ക്വയർ പീസ് കവർ എടുത്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രാഫ്റ്റ് വയർ ഒന്ന് മുകളിൽ ടിപ്പിൻ്റെ ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് കോട്ടൻ്റെ ഉള്ളിൽ വയർ വെച്ച് കൊടുത്തിട്ട് കവറിൽ പൊതിഞ്ഞ് നൂല് കൊണ്ട് കെട്ടിയിട്ട് ഫ്ലവർ ടാപ്പ് കൊണ്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം. വീട്ടിൽ കോട്ടനോ അല്ലെങ്കിൽ ടിഷ്യൂ ഒക്കെ എന്തായാലും അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ലൊരു ക്രാഫ്റ്റാണ്, നല്ല ഭംഗിയുമാണ് ഈ ഫ്ലവർ കാണാൻ. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ സ്റ്റെമ്മിൽ ബഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ഫ്ലവർ വേസിൻ്റെയും കൂടി കാണിക്കുന്നുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഫ്ലവർ വേസ് പഴയ സീഡ് ഉപയോഗിച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇതൊക്കെ. ഇനി നമുക്ക് ഫ്ലവർ വേസിൻ്റെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു വേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 സീഡിയാണ് ഉപയോഗിച്ചത്. നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 30 മിനിറ്റ് ഈ 2 സീഡിയും ഇട്ട് വെക്കണം. എന്നാൽ അതിന് ശേഷം നമുക്ക് ഇതുപോലെ 2 പാർട്ടാക്കി എടുക്കാൻ കഴിയും. ഒരു സീഡിനെ 2 പാർട്ടാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മീഡിയം സൈസിലുള്ള ചെറിയ ചെറിയ പീസുകളാണ് ആക്കിയിട്ടുള്ളത്. ഇതിലും ചെറുതാക്കണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതാക്കാം. പിന്നെ വേസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചത് നെസ്കഫയുടെ ഒരു കോഫി ജാറായിരുന്നു. അതിന്മേൽ ഗോൾഡൻ സ്പ്രേ പെയിൻറ്റ് ചെയ്തതാണിത്. അപ്പോൾ ഈ ഒരു കോഫി ജാറിലാണ് ഞാനിത് CD ഗം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗം ചെയ്തെടുത്തതാണിത്. ഇനി അപ്പുറത്തെ സൈഡും കൂടി ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടല്ലോ, ഇതിന്മേൽ വേറെയും ഡെക്കറേഷൻ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫ്ലവേഴ്സ് ആയാലും അതുപോലെ വേസ് ആയാലും വീട്ടിൽ പഴയ കുപ്പികളും അതുപോലെ വേസ്റ്റ് കവറൊക്കെ എന്തായാലും അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ല വീഡിയോയുമായി ഇനിയും കാണാം. താങ്ക് യു.